നല്ലതായിരുന്നു സൂപ്പറാണ്. എങ്ങനെയുണ്ടായി? സൂപ്പറാണോ? നല്ലതായിരുന്നു സൂപ്പറാണ്. ആ നല്ലതാണ്. ആ ഓക്കെ അത് കാണാൻ വേണ്ടി നേരത്തെ തുടങ്ങി ഒരുങ്ങിയിരിക്കണായിരുന്നു. ഒന്ന് കാണണം എന്നുള്ള. ഞങ്ങൾ ഫാമിലി മൊത്തം ഉണ്ട്, ആങ്ങളെയും കുടുംബവും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓ കൈയടിക്കൽ മാത്രമല്ലേ ഉള്ളൂ, പ്രതീക്ഷിച്ച് നിൽക്കുന്ന വ്യക്തിയാണല്ലോ അത്. ഓക്കെ ശരി. അപ്പുറത്തായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് രാജേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പെർഫോമൻസ് എല്ലാവരും അടിപൊളിയാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ എൻട്രി ആണെങ്കിൽ പോലും എല്ലാവരും പെർഫോമൻസ്, ബാക്കിയൊന്നും ഞാൻ പറയാനുള്ള. പക്ഷേ നമുക്ക് സ്റ്റോറി ലൈൻ എങ്ങാട്ടാന്ന് മനസ്സിലാവണ പോലും ഇല്ല. അങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ സീനാണെങ്കിലും എല്ലാം അതേ ഗൂസ്മൻ മൊമെന്റ്സ് ആണ്. ഒരു എല്ലാ ഫാൻസിനും അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. എന്തായാലും 100 കോടിക്ക് മേലെ പടം ഉറപ്പാ, ഒന്നും പറയാനില്ല. പഴയ ലാലേട്ടനെ കാണാൻ പറ്റുന്ന വെച്ചാൽ മാസ്, അതായത് ലാലേട്ടൻ്റെ ഒരു സീനിലേക്ക് അങ്ങ് എത്തുന്നേ ഉള്ളൂ. മീൻസ് നമുക്ക് പറഞ്ഞില്ലേ, ട്വിസ്റ്റ് ആയിട്ടൊരു രീതിക്കാണ് പടം പോകുന്നത്. കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ ഇല്ലാണ്ട് തന്നെയാണ് പടം വന്നിരിക്കുന്നത്. മൊത്തം ഒരു ഗൂസ്മൻ മൊമെന്റ് ആയിട്ട് തന്നെ പറയാവുന്നുള്ളൂ. അതിന് മേലെയുണ്ട് പടം ഫസ്റ്റ് ഹാഫിൽ. ഇപ്പം നമുക്ക് കിട്ടിയ ഹൈപ്പിനേലും അടിപൊളിയാണ്. അതിന് മേലേക്ക് സ്റ്റോറി ഉണ്ട്. ഓക്കെ, താങ്ക് യു. 300 കോടിക്ക് മേലെ നോക്കിയാണ്. എല്ലാം ഓക്കെ, ഇതുവരെ ഓക്കെ സെറ്റപ്പാണ്, അടിപൊളിയാണ്. ബാക്കി നമുക്ക് സെക്കൻഡ് ഹാഫ് കൂടി കണ്ടിട്ട് പറയാം. ഇതുവരെ ഉഷാറാണ്, ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല സൂപ്പർ. കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് നല്ലുണ്ട്, കൊള്ളാം. എല്ലാവരും ഓൾ ടുഗദർ സൂപ്പറാ, അടിപൊളിയാണ്. എല്ലാവരും ശരിക്കും അത്രക്കും പൃഥ്വിരാജ് ശരിക്കും പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് ലാലേട്ടൻ, സൂപ്പറാണ്. ഇനി സെക്കൻഡ് പാർട്ട് വേറെ ലെവലായിരിക്കും, അത് മനസ്സിലായി. നല്ല സിനിമ ഇഷ്ടമായി. അടിപൊളി സിനിമയാണ്. മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സിനിമയാണ്. സൂപ്പർ, നല്ല സിനിമയാണ്.